ഡി ക്ലാസ്സിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്, 7ാം ക്ലാസ്സിലും 7 ഡി ക്ലാസ്സിൽ. അപ്പോൾ 7 ഡി ക്ലാസ്സിൽ എനിക്ക് 3 വർഷം പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി. പക്ഷെ അവര് പറയുന്നത് ഞങ്ങളെ ഇറങ്ങാറായി എന്നാണ്. ഓക്കെ, എനിവേ, അപ്പൊ എനിക്ക് ഈ ബാച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, മറിച്ച് ഞാൻ നിങ്ങൾ തമ്മിൽ ഭയങ്കര അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് ഇൻസൈഡ് ചെയ്യാൻ പറയാറേ ഇല്ല, നിങ്ങളെ വഴക്ക് അകത്തളങ്ങളെ മനോഹരമാക്കിക്കൊണ്ട് ഞങ്ങൾ പെൺകുട്ടികളാണോ ഉഷാറ്, ആൺകുട്ടികളാണോ ഉഷാറ്? ഉറപ്പാണോ? ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോ ഏറ്റവും നന്നായിട്ട് പോകുന്ന ആരാന്നുള്ളത് നോക്കാം നമുക്ക്. റെഡിയാണോ? ആരാണ് റെഡി? റെഡി 1 2 4. എന്താണ് ഞാൻ എന്താ പറഞ്ഞേ? റെഡി 1 2 3 പറഞ്ഞാലോ പോവാൻ പറഞ്ഞേ? അതിനു മുമ്പ് തുടങ്ങില്ലേ? റെഡിയാണോ? എന്ത് പറയുമ്പോഴൊക്കെ വേണ്ടി? റെഡി 1 2 റെഡി അല്ലേ? പറയട്ടെ പറയട്ടോ പറയട്ടെ പറയട്ടെ. റെഡി 1 2 3. കഴിഞ്ഞോ? എക്സലന്റ്. തീർന്നോ? പോരാ, വെള്ളാമ്പ്ര സ്കൂളുകാർ പോരാ. ഞാൻ കഴിഞ്ഞ ദിവസം കൊടുവള്ളി, നാളെ കൊടുവള്ളിന്ന്, കഴിഞ്ഞ ദിവസം ഞാൻ കക്കടംപൊയിലെ റിസോർട്ടിൽ ഇതുപോലത്തെ ഒരു വലിയ ടീമിനായിട്ട് ക്യാമ്പിന് പോയിട്ട് പോകാൻ പറഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് പോയി. അപ്പൊ ആരോ ഉഷാറ്? നിങ്ങളാണോ? റെഡിയാണോ? ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോ പോകണം. പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? ഞാൻ 1 പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യോ? റെഡി 1. ആഹാ, അടിപൊളി. 2. എന്തിനാ കുട്ടികൾ ചൂന്ന് പറയട്ടെ? ചൂന്ന് പറഞ്ഞിട്ട് കൊട്ടാനാണെങ്കിൽ കൊട്ടിയാൽ മതി. ഇന്ന് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനാണ്. നമുക്കൊരു ഓൾറെഡി ഒരു സ്റ്റെപ്പ് ഉണ്ട്. 1 പറഞ്ഞ 1 ഇടണം, 2 പറഞ്ഞ 2 ഇടണം. ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല, പോയങ്ങൾ തുടങ്ങി. അപ്പൊ ഇന്ന് ചില കാര്യങ്ങളോടൊക്കെ നമ്മൾ നോ പറയും. ആര് റെഡി? 1 പറഞ്ഞ ക്ലാപ്പ് ആണേ. റെഡി 1 2 എന്ന് പറഞ്ഞ എത്ര വേണം? 2 ക്ലാപ്പ് വേണം. പക്ഷെ തലയ്ക്ക് മുകളിൽ കൈവർത്തി വേണം ക്ലാപ്പ് ചെയ്യാൻ. ഓക്കെ, റെഡി 2. ഗംഭീരം. 2 2. അപ്പൊ 3 എന്ന് പറഞ്ഞാലോ എത്ര വേണോ? വെരി ഗുഡ്. ചെയ്യരുത് ക്ലാപ്പ് ചെയ്യാനേ പാടില്ല, സൈലന്റ് ആയിരിക്കണം. ആർ യു റെഡി? 1 1 2 3. ശരി, ശ്രദ്ധിക്കല്ലോ. തെറ്റിക്കുന്നത് ആൺകുട്ടികളാണ് പെൺകുട്ടികളാണോ? തെറ്റിക്കുന്നത് ആരാണ്? നോക്കാം നമുക്ക്. റെഡിയല്ലേ? 1 1 1. ചില ആൾക്കാർ അമ്മായിനുട്ടിന്റെ കല്യാണത്തിന്, പറയാത്ത കല്യാണത്തിന് പോയാൽ കൊട്ടില്ല. ഈ കൊട്ടുണ്ടോ? ഇവിടെ ഇല്ലേ? ഇല്ലടോ, ഇവിടെ ഇല്ലേ? റെഡി? അപ്പൊ കൊട്ടൂലേ? റെഡി 1 1 1 2 2 2 3. ആരാ കിട്ടിയേ? ശരി, ഇനി ഞാൻ റെഡി 1 2 3 കൈ കെട്ടുക. റെഡി 1 2 3. ശരി, കൂട്ടിയോ? ഒന്നാമത്തെ കാര്യം അറ്റൻഷൻ. സ്കൂൾ അസംബ്ലിയിൽ കേട്ട വേർഡല്ല ഇത്, അതിമനോഹരമായ മറ്റൊരു വേർഡാണ് അറ്റൻഷൻ. അറ്റൻഷൻ അറ്റൻഷൻ ശ്രദ്ധ. അതുണ്ടോ ഇല്ലേ? ഉണ്ടോ? എങ്കിൽ തുടങ്ങാം. അറ്റൻഷൻ. അറ്റൻഷൻ ഉണ്ടാവുക എന്നത് അത്രയും മനോഹരമായ ഒരു കാര്യമാണ്. കൈ കെട്ടിയോ നിങ്ങളൊക്കെ? പറയില്ലേ? ഹലോ ഹലോ. ഓക്കെ, ഇനി ഒന്ന് കൈ കെട്ടി 1 മിനിറ്റ് ഇരിക്കുമോ? നിങ്ങൾ ഈ വിദ്യാലയത്തിൽ നിന്ന്, നിങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് ഈ വർഷം തൊട്ടടുത്ത സ്കൂളിലേക്കോ പരിസര പ്രദേശങ്ങളിൽ സ്കൂളിലേക്കൊക്കെ പോകുന്നവരാണ്. 7ാം ക്ലാസ് വരെ HM സൂചിപ്പിച്ചത് LKG മുതൽ 7ാം ക്ലാസ് വരെ 9 വർഷക്കാലം ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് പഠിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് ആഘോഷിച്ച് ബസ്സിലെ യാത്രയിൽ ചീത്ത പറഞ്ഞ് കളിയാക്കി കിട്ടി കൊണ്ട് അങ്ങനെ കൊടുത്തും കിട്ടിയൊക്കെ നിങ്ങൾ 7ാം ക്ലാസ് വരെ സുന്ദരമായി ആഘോഷിച്ചു പോന്നു. ഇനി നെക്സ്റ്റ്
എന്ന് പറയുന്നത് തൊട്ടടുത്ത സ്കൂളിലേക്കോ ഗവൺമെന്റ് സ്കൂളിലേക്കോ പരിസര പ്രദേശത്തെ സ്കൂളിലേക്കോ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ എവിടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്. 7ാം ക്ലാസ്. മനോഹരമായ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവാൻ. ആൺകുട്ടികൾ ടീനേജിലേക്ക് കടന്നു, പെൺകുട്ടികളും ടീനേജിലേക്ക് കടന്നു. ടീനേജിലേക്ക് കടന്ന ആൺകുട്ടികൾ ടീനേജിന്റെ എൻഡിങ് സ്റ്റേജിൽ മാത്രമാണ് ഒരു മെച്യൂരിറ്റി ഫീൽഡിലേക്ക് വരിക. എന്നാൽ പെൺകുട്ടികൾ ടീനേജിലേക്ക് കടക്കുന്നതോട് കൂടി തന്നെ ഒരു മെച്യൂരിറ്റി ഫീൽഡിലേക്ക് വരും. അത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കണേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. ആൺകുട്ടികൾ ഇന്ത്യ വിട്ട റോക്കറ്റ് വരെ പാറി നടക്കും. പെൺകുട്ടികൾ എന്താ ഇയാൾ ഈ പറയാൻ പോണത്? റെഡി. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് അറ്റൻഷനാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കോ. റെഡിയാണോ? റെഡിയാണോ? ശരി, അറ്റൻഷനോട് കൂടി വേണേ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൈഫിൽ ഒരു അറ്റൻഷൻ ഉണ്ടാവുക എന്നത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ തുടരുകയാണ്. 7ാം ക്ലാസ്സിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുറെ പേര് USS എഴുതി എത്ര പേരുണ്ടെന്ന് കൈവയ്ക്കുക. വെരി ഗുഡ്, അടിപൊളി. USS കിട്ടിയവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും, സെലക്ട് ചെയ്തവരുണ്ടാവും, സെലക്ട് ചെയ്യാത്തവരുണ്ടാവും. പക്ഷെ 8ാം ക്ലാസ്സിൽ NMMS ഉണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോൾ ചാലഞ്ച് എക്സാമിനേഷൻ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ എക്സാമുകൾ വരാൻ പോകും. അപ്പൊ ലൈഫിന്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ വെക്കേഷനിൽ സ്കൂൾ മൊത്തം ക്ലോസ് ചെയ്ത് സ്കൂൾ വെക്കേഷനിൽ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുത്തി പൂളിൽ ചാടി ആഘോഷിച്ചു. ഇനി കുറെ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കാണ്. അങ്ങനെ എല്ലാം കൊണ്ടും അതിമനോഹരമായ സന്തോഷ നിമിഷത്തിലാണ് ഇങ്ങനെ നിങ്ങളെല്ലാവരെയും ഇരുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ആണോ അല്ലേ? യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് വലിയ പ്രസംഗങ്ങളൊന്നും തന്നെ ഇല്ല. പ്രസംഗിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? എന്താ ഇയാൾ ഈ പറയുന്നത് എന്നൊരു ഫീൽ ഉണ്ടാവും. അതൊരു പ്രസംഗമില്ല, കുറച്ച് സംസാരം, കുറച്ച് ഇന്ററാക്ഷൻ, കുറച്ച് ഡിസ്കഷൻ. അതിനുശേഷം ഞാൻ വേഗം ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പൊ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു, അത്രയൊന്നും വേണ്ട. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ടൊക്കെ ക്ലോസ് ചെയ്യാം. റെഡിയാണോ? കുറഞ്ഞ മിനിറ്റ് സംസാരിച്ചാൽ പോരെ? പോരെ? റെഡി അല്ലേ? അപ്പൊ എപ്പോഴാണോ നിങ്ങൾക്ക് മുഷിപ്പ് ഫീൽ ചെയ്യണം അപ്പൊ ഞാൻ നിർത്തും. അതിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് ഞാൻ ഈ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യും. ആർ യു റെഡി? ആർ യു റെഡി? അപ്പൊ 2-3 മിനിറ്റ് എടുത്തിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം തുടരും, ഇല്ലെങ്കിൽ വേഗം ക്ലോസ് ചെയ്യാം. അപ്പൊ ഫുഡൊക്കെ കഴിക്കാൻ റെഡിയാണോ? എന്താ നിങ്ങൾ പ്രതീക്ഷിക്കണ ഫുഡ്? എനിക്കറിയില്ല. എനിക്കറിയില്ല, ഓനും അറിയില്ല. എന്താ നിങ്ങൾ പ്രതീക്ഷിക്കണ ഫുഡ്? അൽഫാം, മന്തി, പിന്നെ ബിരിയാണി, പിന്നെ ഓക്കെ റെഡി, ബ്രോസ്റ്റ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിച്ചോളൂ, ഇവിടെ ഉള്ളത് വരും. അല്ലാത്ത ഇവിടെ തിരക്കില്ലല്ലോ. ശരി, അപ്പം ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കൊന്നും അതിരിടണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, എന്നിട്ട് കിട്ടുന്നത് ആസ്വദിച്ച് തിന്നും വേണം. ഞാൻ ബിരിയാണി ആയിരുന്നു കരുതിയത്, മന്തിയാ കിട്ടിയേ. അപ്പോ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകാൻ റെഡി ആയോ? റെഡി ആയോ? ഇല്ലെങ്കിൽ നിങ്ങളെ തള്ളി വിടും. പോയടാ അവിടെ നിന്ന് ഫീസിയൊക്കെ തന്ന് എഴുതി വിടും. ബെസ്റ്റ് ഉണ്ടായിരുന്നോ? കുറെ ബെസ്റ്റ് ചങ്ക്സ് ഉണ്ടായിരുന്നോ? എഴുതിയോ? F4 ഫസീല, ഫൗസിയ, ഫർസാന, ഫസ്ന. പിന്നെ പെൺകുട്ടിയൊക്കെ കുറെ ഉണ്ടാവും ചങ്ക്സ് അല്ലേ? കുറെ ചങ്ക്സ്, ചങ്കത്തികളും ചങ്കന്മാരൊക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഉള്ളതാരാ? തിരിഞ്ഞോ? അടുത്ത സ്കൂൾ കാണാം. കഴിഞ്ഞോ? അടുത്തേൽ കാണാം. പ്രശ്നക്കാരൊന്നും ഇവിടെ ഇല്ല. ശരി, പെൺകുട്ടികളെ നേരെ തിരിച്ചാണ്. അവർക്ക് ഭയങ്കര പെൺകുട്ടികൾ കരഞ്ഞവരൊക്കെ കൈയൊക്കെ. ആൺകുട്ടികൾ ആരെങ്കിലും കരഞ്ഞില്ലെങ്കിൽ കൈയൊന്നിച്ചാണ്. ഓനെന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ശരി, പെൺകുട്ടികള് ചില ആളുകൾക്ക് ഫീൽ ചെയ്യും. 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ചില ആളുകൾക്കൊക്കെ വിടവാങ്ങൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് തോന്നും. 5, 6, 7 ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ ക്ലാസ്സിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് അത് ഫീൽ ചെയ്യുക. ശരി, അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റിലേക്ക് പോകണം. ചോദ്യം ഇതാണ്, ടീച്ചേഴ്സ്, പാരന്റ്സ് അവരൊക്കെ ഇന്നലെയുള്ള നമ്മൾ ഇന്നുള്ളവരോട് ഇന്നലെ കുറിച്ച് പറയുന്ന പേരൻസ് ഉണ്ടാവാം. പക്ഷെ ഇന്നലെയുള്ള ടീച്ചേഴ്സ് ഇന്നുള്ള കുട്ടികളായ നിങ്ങളോട് ഇന്നലെ കുറിച്ച് പറയുന്നു, ഓർമ്മപ്പെടുത്തുന്നു, പക്ഷെ നാളെ കുറിച്ച് കാണിച്ചു തരുന്നവരാണ് യഥാർത്ഥ ടീച്ചേഴ്സ്. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും മനോഹരമായി നാളെ കുറിച്ച് നല്ലൊരു ഒരു മിഷനുള്ള ടീച്ചേഴ്സ് ഉണ്ട് എന്ന് ഞാനും സാറും ഇങ്ങനെ കാറിൽ പോയിരുന്ന സമയത്ത് ഡിസ്കഷനിൽ വന്നു. അതിന് ടീച്ചേഴ്സിന് ഒരു നല്ല കൈഡി കൊടുത്താൽ നിങ്ങളുടെ സ്കൂളിലെ മനോഹരമായി അല്ലേ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത്. കയ്യിൽ അങ്ങനെ ഒരു സ്ഥലത്താണോ? അല്ല, പക്ഷെ ഓരോ വർഷവും വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ഇന്ന് ഒരു 3 അക്ഷരങ്ങളാണ് പറയുന്നത്. ഒന്ന്
DGP, ഡ്രീം ഗോൾ പാഷൻ. ഡ്രീം ഗോൾ പാഷൻ, പാഷൻ ആൻഡ് പ്രൊഫഷൻ. വിഘ്നേഷ് പുത്തൂർ, കേട്ടോ നിങ്ങള്? ആരാ വിഘ്നേഷ് പുത്തൂര്? ക്രിക്കറ്റ് കളിക്കാരനാണ്. ഏത് ക്രിക്കറ്റ് കളിക്കാരൻ? ഇന്ത്യക്ക് വേണ്ടി അയാൾ ഫുട്ബോൾ കളിച്ചോ, ക്രിക്കറ്റ് കളിച്ചോ? ഇല്ല. പക്ഷെ കഴിഞ്ഞ IPL അയാള് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സിനോട് ബോൾ എറിഞ്ഞ് എത്ര വിക്കറ്റ് വാങ്ങിച്ചു? 3 വിക്കറ്റ് വാങ്ങിച്ചു. നിങ്ങൾ കണ്ടിരുന്നോ ആ കളി? അതിന്റെ ഷോട്ട് കണ്ടിരുന്നോ? അതിനെ കുറിച്ച് കേട്ടിരുന്നോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. എടാ, നയൻതാര ഒളിച്ചോടി, നിങ്ങൾ അറിഞ്ഞോ? നയ എപ്പോഴാ പോയത്? നിങ്ങൾ അവിടെയാണല്ലോ ഉള്ളത്. ശരി, ശരി, തിരിച്ചു വരും. പിന്നെ എന്താ പറഞ്ഞു? യെസ്, നയൻതാരയല്ല, വിഘ്നേഷ് പുത്തൂരും ഷെരീഫ് ഉസ്താദും. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചയാണ് വിഘ്നേഷ് പുത്തൂരും ഷെരീഫ് ഉസ്താദും. ഷെരീഫ് എന്ന ആളിവിടെ ഉണ്ടോ? വെറുതെ അല്ലേ തുറന്നു വെക്കണേ. ശരി, അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ് പറയാൻ പോണത്. പറയട്ടെ, ഇവിടെ ഷെരീഫ് ഉസ്താദ് ഇവിടെ, ആളവിടെ. കോമ്പിക്ക് ചായ വാങ്ങി തരണേ. ശരി, ഇരുന്നോ? നിങ്ങളെല്ലാരും കൂടി എണീറ്റുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയിട്ട് അയാൾ ഇവിടുന്ന് എണീറ്റ് ഓടാൻ നിൽക്കണ്ട. ശരി, അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? 1 2 വിഘ്നേഷ് പുത്തൂരിന്റെ അടുത്ത് ഷെരീഫ് ഉസ്താദ്, രണ്ടുപേരും സോഷ്യൽ മീഡിയ ഭയങ്കര ട്രെൻഡായി. എന്താ പ്രശ്നം? വിഘ്നേഷ് എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 3 വിക്കറ്റ് നേടി. അദ്ദേഹം ഭയങ്കര ഫേമസ് ആയപ്പോ അയാൾ വിക്കറ്റ് നേടി തിരിച്ചു പോണ സമയത്ത് ധോണി, ഏത് രാജ്യത്തിന്റെ കളിക്കാരനാണ്? ഇന്ത്യയുടെ കളിക്കാരൻ ധോണി, ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ധോണി. വിഘ്നേഷ് പുത്തൂരിനോട് എന്തോ സംസാരിക്കണ വീഡിയോ വൈറലായി. മലയാളിയാണ്, മലപ്പുറം ജില്ലക്കാരനാണ്, പെരിന്തൽമണ്ണക്കാരനാണ്. വിഘ്നേഷ് പുത്തൂരിനെ ഷെരീഫ് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ഹെൽപ്പ് ചെയ്തു? എല്ലാവരും ചർച്ച ചെയ്യുന്നത് അവരുടെ രണ്ടുപേരുടെയും ആ ഒരു വലിയ സപ്പോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ രണ്ടുപേരും നടത്തിയ കുറെ കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷെ ഞാനും മനസ്സിലാക്കേണ്ട ഏറ്റവും മനോഹരമായ കാര്യം, വിഘ്നേഷ് പുത്തൂര് ഷെരീഫ് പറയുന്നത്, ഞാൻ ആ കുട്ടിയിൽ ഒരു കഴിവ് കണ്ടെത്തി, ഒരു സ്കില്ല് കണ്ടെത്തി. ആ സ്കില്ല് കണ്ടെത്തിയതിന് ശേഷം ആ സ്കില്ലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തത് ഒരു ബെസ്റ്റ് കോച്ചിന്റെ അടുത്തേക്ക് ഈ കുട്ടിയെ എത്തിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് തുടങ്ങുന്നത്. 7th ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു, 8th നിങ്ങൾ പോവാണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു കുട്ടിയുടെ സ്കില്ല് കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു സ്കില്ല് കണ്ടെത്തുക, അറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്നത്, 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ച കുറെ വിവരങ്ങളും നോളജൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനേം അപ്പുറത്ത് ഒരു സ്കില്ല് നേടിയിട്ട് വേണം ഈ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ. സ്കിൽ. വിഘ്നേഷ് പുത്തൂരിനെ ഷെരീഫ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തത് എന്താണെന്നറിയോ? സാധാരണ നമ്മുടെ ഈ ഗ്രൗണ്ടിലുള്ള കളിക്ക് വിടുന്നതിന് പകരം ഒരു ബെസ്റ്റ് കോച്ചിന്റെ അടുത്തേക്ക് വിട്ടു. ബെസ്റ്റ് കോച്ച് പ്രൊഫഷണൽ കോച്ചിങ് കൊടുത്തു. കൊടുത്തപ്പോ ചൈനാമാൻ എന്ന് പറയപ്പെടുന്ന ബോള് കുട്ടി പരിശീലിക്കുകയും ആ ബോളിലൂടെ ക്രിക്കറ്റിന്റെ തലപ്പത്തേക്കും മോൻ ഉയർന്നു വരികയും ചെയ്തു. ഇവിടെയാണ് പ്രസക്തമായ കാര്യമുള്ളത്. നിങ്ങൾക്കൊക്കെ സ്കില്ലുണ്ട്. കൈയുള്ളവരൊക്കെ കൈയൊക്കെ, കാലുള്ളവരൊക്കെ കാലൊക്കെ. കുറച്ച് ശരി ഉണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇത് ഇല്ലാതെയായാലും ജീവിക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിയില്ലേ? ദാറ്റ് ഇസ് എ കോൺഫിഡൻസ്. എന്താണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉണ്ടാവേണ്ടത് ക്യാഷ് ആണ്. ക്യാഷ് എന്ന് പറയുമ്പോൾ മണി, പണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന ക്യാഷിനെ ഒന്ന് ഓർത്തു വെച്ചോളൂ. C for confidence, A for attitude, S for skill, H for habit. ക്യാഷ്. കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഘടകമാണ്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് നേരിടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ തളർന്നു പോകും, വീണു പോകും. ആത്മവിശ്വാസം, കോൺഫിഡൻസ് എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ്. ചില ആളുകൾ ഇവിടെ ഉണ്ടാവും, നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നവരെ കൈയൊക്കെ, ഫുട്ബോൾ കളിക്കുന്നവർ. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഒരാളെ പേരിങ്ങനെ എടുത്തു പറയും, അല്ലെങ്കിൽ ആരാ കുറിച്ച് ചോദിക്കും. ഷട്ടിൽ കളിക്കുന്നവർ, നന്നായിട്ട് ഷട്ടിൽ കളിക്കുന്ന, ബാഡ്മിന്റൺ ഷട്ടിൽ കളിക്കുന്നവർ കൈയൊക്കെ. ഓക്കെ, വെരി ഗുഡ്. ഷട്ടിൽ കളിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടാ? ശരി, ഇനി ഒറ്റ ചോദ്യം. റെഡി? 1 നിങ്ങളുടെ യഥാർത്ഥ സ്കിൽ എന്താണ് എന്ന് കണ്ടെത്തിയവരൊക്കെ കൈവയ്ക്ക. നമ്മളുടെ യഥാർത്ഥ സ്കില്ല് കണ്ടെത്തിയ ആളുകൾ. ഒരാള്
പാട്ട് പാടാൻ അറിയണവരൊക്കെ കൈയൊക്കെ. കുറെ നിങ്ങൾക്ക് കൈ, നിങ്ങളുടെ പേര് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം പേര് വിളിച്ചു വരേണ്ട, അവനവന്റെ കൈയെങ്കിൽ കൈ വെക്കാം. പാട്ട് പാടാൻ കഴിയുന്നവർ റെഡി? 1 2 3 സ്റ്റാർട്ട്. അനന പാത്തിയെ ഒന്നുകൂടി റെഡി? 1 2 3 സ്റ്റാർട്ട്. അനന പാത്തിയെ പാടാത്തവരൊന്ന് കൈ ഒന്നിച്ചാണ്, പാടിയവരൊക്കെ ഒന്ന് കൈ വെക്കാണ്. അപ്പൊ നിങ്ങൾക്ക് പാടാൻ കഴിയുമല്ലേ? യെസ്, പാടാൻ കഴിയും. പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് പാടാൻ കഴിയോ ഇല്ലേ എന്നുള്ളതാണ് പല ആളുകളുടെയും. പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ എനിക്കത് കഴിയോ ഇല്ലേ എന്നുള്ളതാണ് പല ആളുകൾക്കും സംശയം. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിനെ ചെത്തി മിനുക്കി മനോഹരമാക്കി പൊടി തട്ടിയെടുക്കുന്നത്. സ്കിൽ ഭയങ്കര ഘടകമാണ്. അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. മനോഹരമായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ റെഡിയാവും, എന്നെ അതിന് പറ്റും എന്ന് തോന്നുന്ന ഒരു ഹാബിറ്റ്, ഒരു തോട്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാര് ഓക്കെ. റെഡി? 2 കിട്ടിയില്ല 2 ശരിക്കും കൊടുക്കണം. റെഡി? 2 ഓക്കെ. റെഡി? ഒന്നുകൂടി 1 2 3 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം ക്ലാപ്പ് ചെയ്യണം. ഓക്കെ. റെഡി? 1 2 3 ഓക്കെ. ശരി. ഇനി 1 മിനിറ്റ് ബോയ്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കൈയ്യട്ടെ, ഓക്കെ. റെഡി? ഇനി സിബിടണം. ഞാൻ ഇടാത്ത ആളെ ടീഷർട്ട് ഞാൻ അവന്റെ പേര് ഉറക്കെ വിളിച്ചു പറയും. റെഡി? 1 2 3 സ്റ്റാർട്ട്. ശരി, അടിപൊളി. ഇത്രയും കുട്ടികൾ മനോഹരമായി അത് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 7ാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് വിട്ടു പോകുന്നവരാണ് നിങ്ങൾ. പല സ്കൂളുകളിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പല സ്കൂളുകളിലും ക്ലാസ്സിന് പോകുന്നുണ്ട്. ഈ അടുത്ത് മുക്കത്ത് ഞാൻ 7ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ പോലീസ് സ്റ്റേഷനിലാണ് കണ്ടത്. ഒന്നുമില്ല, വളരെ പ്രയാസപ്പെട്ട ഒരു പേരന്റ് ഒരു അനുഭവം പറഞ്ഞു. ഒരു പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് ആ കുട്ടിയുടെ ഉമ്മ കയറി ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ കുട്ടിയുടെ ഉമ്മ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഉപ്പ ഗൾഫിലാണ്. അതുകൊണ്ട് ഈ കുട്ടിയുടെ ഉമ്മ ആ സ്റ്റേഷനിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്തിനാണെന്നറിയോ? അവിടുന്ന് പോലീസ് ഓഫീസർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നു. സ്റ്റേഷനിൽ കണ്ട ഉടനെ തന്റെ മോനെ കണ്ട് ആ ഉമ്മ അവിടെ നിലത്ത് വീണുപോയപ്പോ ഉമ്മ എന്ന് ഓടി അടുത്ത മോൻ ഉമ്മയെ ഇങ്ങനെ താങ്ങിയെത്തി. വനിതാ പോലീസർമാരൊക്കെ ആയിരിക്കും ആ ഉമ്മയെ മുഖത്ത് വെള്ളം തളിച്ച് അടുത്തിരുത്തി ചോദിച്ചു, എന്തു പറ്റി? അപ്പൊ ഉമ്മ പറയുന്നുണ്ട്, എന്തു പറ്റി? എൻ്റെ മോൻ എന്തിനാണ് ഇവിടെ വന്നത്? എന്തു പറ്റിയെന്ന്. ഒരാളത് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ 2 വാക്കുകളാണ് പറഞ്ഞത്. നിങ്ങളുടെ മോൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എങ്ങനെയാണ് സ്കൂളിലേക്ക് വരുന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ആ ഉമ്മ പറഞ്ഞു, ഓട്ടോയിലാണല്ലോ വന്നിരുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവരുടെ കൂട്ടുകാരൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു. എന്നാൽ നിങ്ങളുടെ മോൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിദ്യാലയത്തിലേക്ക് വരുന്നത് ഓട്ടോറിക്ഷയിലോ ബസ്സിലോ സ്കൂൾ ബസ്സിലോ അല്ല. പിന്നെങ്ങനെയാണ്? മോൻ വിശദീകരിച്ചു കൊടുത്തു. ഉമ്മ, ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരാൻ നേരത്തെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി, കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞില്ല, 2 പേരും കൂടി നേരത്തെ ഇറങ്ങി പോകുന്നതിനിടയിൽ ഒരു സ്ഥലം, ആ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഒരു വണ്ടിക്ക് കൈ കാണിച്ചു. വണ്ടി വന്നു നിന്നു. ഞങ്ങൾ 2 പേരുണ്ടായപ്പോൾ ആ ബൈക്ക് റൈഡ് എടുത്തുന്ന ആ ബൈക്ക് കുറച്ച് നല്ല അടിപൊളി സൗണ്ടിലാണ് വന്നത്. അപ്പം വണ്ടി അവിടെ നിന്ന സമയത്ത് ഞങ്ങൾ അതിലേക്ക് നോക്കി. ആ ബൈക്കുകാരങ്ങനെ തിരിഞ്ഞിട്ട് പോരുന്നോന്ന് ചോദിച്ചു. ഞങ്ങൾ ആവേശത്തോടു കൂടി നല്ല സൗണ്ട് ഉണ്ടാണ് ആ ബൈക്കിന്റെ മുകളിൽ ചാടി കയറിയിട്ട് അയാളുടെ പേരൊക്കെ ചോദിച്ചു. അവനൊരു പേരൊക്കെ പറഞ്ഞു. എവിടുക്കാ പോകണമെന്ന് ചോദിച്ചു. വീട്ടിൽ കാണും. ഇന്ന സ്ഥലത്തെത്തിയപ്പോൾ വീടിന്റെ മുമ്പിലുള്ള റോട്ടിലെത്തിയപ്പോൾ വണ്ടി അവിടെ സൈഡാക്കി ഞങ്ങൾ ഇറങ്ങി. പോകാൻ നേരത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പഞ്ച് തന്നു. കൈ നീട്ടിയപ്പോൾ അതിലുണ്ടായിരുന്ന മനോഹരമായ മിഠായി തന്നു. ഞങ്ങളത് കഴിച്ചു, വീട്ടിലേക്ക് പോയി. തൊട്ടടുത്ത ദിവസം അതേ സമയമായപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു അദ്ദേഹത്തോട്, നിങ്ങൾ എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെയാണോ വരുന്നത്?
അപ്പൊ അയാൾ പറഞ്ഞു കോളേജ് വിട്ട് വരുന്ന സമയമൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് തന്നെ ആയിരിക്കും, അപ്പൊ നമുക്ക് നാളെ കാണാം, സി യു. അടുത്ത ദിവസമായി 5 ദിവസം തുടർച്ചയായി വന്നു. പക്ഷേ രണ്ടുപേർ ഒരുമിച്ചാണ് സ്കൂളിൽ നിന്ന് അവസാനത്തെ പ്രാർത്ഥന ചൊല്ലണതിന്റെ 10 മിനിറ്റ് മുമ്പ് സ്കൂൾ ബസ് എടുക്കണതിന് സമയത്ത് പോരാറ്. ആ ദിവസം മുതൽ മറ്റേ മോൻ ഇവന്റെ കൂടെ പോകുന്നില്ല, ഒരാൾ മാത്രമാണ് പോയത്. അയാൾ പോയി നിന്നപ്പോ ആ ബൈക്കുകാരൻ, അടിപൊളി നല്ല ലക്ഷങ്ങൾ വിലയുള്ള നല്ല സൗണ്ടുള്ള ബൈക്കുകാരൻ അവിടെ വന്നു കയറി. 1 ആയി 2 ആയി 3 ആയി 4 ആയി 5 ആയി അങ്ങനെ കുറേ ദിവസങ്ങളോളം തുടർച്ചയായ ബൈക്കിൽ പോയി. ഒരിക്കൽ അയാൾ ചോദിച്ചു, നിങ്ങൾ സ്കൂളിലേക്ക് എങ്ങനെയാ വരില്ലേ? സ്കൂൾ ബസ്സിനാ വരില്ലേ? ഞാൻ സ്കൂൾക്ക് പോകുന്ന സമയമാണെങ്കിൽ, കോളേജിലേക്ക് പോകുന്ന സമയമാണ് എന്റെ ബൈക്കിൽ പോരാലോ, എന്തിനങ്ങനെ ബുദ്ധിമുട്ടി സ്കൂൾ ബസ്സിൽ പോകുന്നത്? പക്ഷെ അത് ഭയങ്കര രസമാണ്. 2 ദിവസം എന്റെ കൂടെ പോകുന്നത് നമുക്ക് ഇങ്ങനെ കറങ്ങിയിട്ട്, കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയാൽ ഒന്ന് കറങ്ങിയിട്ട് വരാം ബൈക്കിൽ. അടുത്ത ദിവസം നേരത്തെ ഇറങ്ങി ബൈക്കിന്റെ മുകളിൽ കയറി കുറച്ച് ദൂരമൊക്കെ കറങ്ങിയിട്ടാണ് സ്കൂളിലേക്ക് പോയത്. പോകുന്ന നേരത്ത് ഇറങ്ങി പോണ സമയത്ത് ഒരു 10 രൂപ കൊടുത്തു. 7ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ ഒരു 10 രൂപ കിട്ടിയാൽ ആഘോഷമാണ്. കാരണം നമ്മുടെ വീട്ടിൽ നിന്നൊന്നും പൈസ കിട്ടില്ലല്ലോ. അവൻ അത് വാങ്ങിച്ചിട്ട് മിഠായി വാങ്ങിയിട്ട് എല്ലാവരും കൊടുത്തു. തൊട്ടടുത്ത ദിവസം ഇതുപോലെ 10 രൂപ കിട്ടി. തൊട്ടടുത്തത് 20 ആയി, തൊട്ടടുത്തത് 30 ആയി, തൊട്ടടുത്തത് 40 ആയി. അപ്പൊ ഇവനിങ്ങനെ സംശയം, എന്തിനാ ഇയാൾ ഇങ്ങനെ എനിക്ക് പൈസ തരുന്നത്? ഒന്നും ചെയ്യണില്ല, ഒറ്റ കാര്യം ചെയ്യണുള്ളൂ. അത് ആ ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് അയാളുടെ കോളേജ് ബാഗിൽ നിന്ന് ഒരു കവർ എടുത്ത് തൊട്ടടുത്ത കടയിൽ കൊടുക്കാൻ പറയും. കടയുടെ പേരൊക്കെ പൂട്ടിച്ചതാണ്, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. നേരെ ചെന്ന് ആ ബാഗിൽ നിന്ന് കിട്ടുന്ന ആ കവർ തൊട്ടടുത്ത കടയിൽ കൊടുക്കും. അത്രേ ചെയ്യണുള്ളൂ, അത്രമാത്രം. അതുകൊണ്ട് തന്നെ അവനെ ശ്രദ്ധിക്കാനൊന്നുമില്ല. ആ സ്കൂൾ ബാഗ് യൂണിഫോം ഇട്ട കുട്ടി ആ ബൈക്കിൽ വരുന്ന കവർ തൊട്ടടുത്ത കടയിൽ കൊടുക്കും, തിരിച്ചു പോകും. ഉമ്മയുടെ മുമ്പിൽ ഈ മോൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. ഉമ്മ, ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ, എനിക്കറിയില്ല ആ വന്നത് ആരാ. ഞാൻ പേര് ചോദിച്ചിട്ട് എന്നോട് പേര് പറഞ്ഞിട്ടുണ്ട്, പേരൊക്കെ പറഞ്ഞു കൊടുത്തു. പോലീസുകാരൻ ഇദ്ദേഹത്തോട്, ഉമ്മയോട് പറഞ്ഞു, സഹോദരി, ആ ബൈക്കിന്റെ നമ്പർ ഒരു ലോറിയുടെ നമ്പറാണ്. ആ ബൈക്ക് ഓടിച്ച ആള് CCTVയിലൊക്കെ ചില ഭാഗങ്ങളിൽ എവിടെയും മുഖം കണ്ടിട്ടില്ല. മോനോട് ചോദിച്ചു, ഈ അയാളുടെ മുഖം കണ്ടണോ? ഇല്ല. മാസ്ക് ധരിച്ച്, കറുത്ത ഹെൽമെറ്റ് ധരിച്ച്, ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഈ മോൻ ഈ കണ്ണ് കാണാത്ത രീതിയിൽ പോലെയാണ് ഇയാൾ ഓടിക്കുന്നത്. പൈസ വാങ്ങിയിട്ടുണ്ട്. എന്തിനാ എന്റെ മോനെ ഞങ്ങൾ പിടിച്ചോണ്ടുന്നത്? ഇപ്പൊ പറഞ്ഞു, കുറെ ദിവസങ്ങളായി ഞങ്ങൾ അന്വേഷിക്കുകയാണ് ആരാണ് ഈ കടയിൽ ഈ കഞ്ചാവിന്റെ, ലഹരിയുടെ വലിയ പാക്ക് കൊടുക്കുന്നത്. ഉമ്മട് കരഞ്ഞു, നെഞ്ഞത്തടിച്ചിട്ട് പറഞ്ഞു, എന്റെ കുട്ടിയോ ചെയ്യേ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് സാറേ, എന്റെ കുട്ടി അത് ചെയ്യൂല സാറേ. ഉമ്മ കരഞ്ഞ് കാലിൽ പോകാൻ തുടങ്ങി. ഉമ്മ പറയുന്നുണ്ട്, എടാ എനക്ക് വേണ്ടി നമ്മുടെ ഒപ്പ ഇത്ര കൊല്ലായി അങ്ങ് മണലാരണ്യത്തില് പ്രയാസപ്പെട്ട് ജോലി എടുത്ത് ജീവിക്കണം. കുട്ടി കരയാൻ തുടങ്ങി. ഉമ്മ, ഞാൻ ചെയ്യൂല സാർ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വലിയ പോലീസ് ഓഫീസർ വന്നു. കേസെടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയായി. കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കേസെടുത്തു. ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. എക്സൈസ് ഉദ്യോഗസ്ഥർ വന്നു. പോലീസ് ഇടപെട്ടു. ആ കുട്ടിയെ കൊണ്ടുപോകുന്ന രംഗമുണ്ട്. 7ാം ക്ലാസ്സിലുള്ള എൻ്റെ മുമ്പിലുള്ള കുട്ടികൾ ടീനേജിലേക്ക് കടന്നു വരുന്നവരാണ്. ഇവിടെ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാവണം, ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഈ അധ്യാപകരുണ്ടല്ലോ, ഈ PTA കമ്മിറ്റി അംഗങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പുറകിലുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവർ വളരെ തന്ത്രപൂർവ്വം, വളരെ ആലോചിച്ച്, വളരെ ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകുമ്പോൾ വീണു പോവാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ, നിങ്ങളുടെ ഫോട്ടോ വരുന്ന ഒരു പത്രത്തിലും അനാവശ്യമായി നിങ്ങളുടെ ഫോട്ടോ വരാതിരിക്കാൻ, നിങ്ങളെ മറ്റുള്ള ആളുകൾക്കിടയിൽ വീണുപോയി, തകർന്നുപോയി, തളർന്നുപോയി ജയിലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ ഇതുപോലെ മനോഹരമായ ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. പുതിയ കാലത്തെ പെൺകുട്ടികളുടെ ട്രെൻഡ് എന്താണ്, ആൺകുട്ടികളുടെ ട്രെൻഡ് എന്താണ്, ഇത് ആലോചിക്കാറുണ്ട് നമ്മൾ. BTS ആർമി അറിയുന്നവരൊക്കെ ഒന്ന് കൈയൊക്കെ. ബോയ്സ്, BTS ആർമി അറിയുന്നവരൊക്കെ കൈയൊക്കെ. ഞാൻ എത്രയോ തവണ പറഞ്ഞൊരു രസകരമായ സാധനം, BTS ആർമി. ഞാൻ 5ാം ക്ലാസ്സിലെ ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ എഴുതിയാണ്, ഐ ലവ് BTS ആർമി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങോട്ട് ആവേശം കൊണ്ടു. ഞാൻ ചോദിച്ചു, പറയൂ എന്താണ് BTS ആർമി?